ഏറ്റവും ചെറിയ ആവശ്യവും ഞാൻ നിലവിലുള്ള എൻ്റെ സിറ്റിംഗ് സീറ്റിൽ ഒരവസരം കൂടി എനിക്ക് പാർട്ടി നൽകണമെന്നുള്ള അപേക്ഷയാണ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ മുൻപിലുള്ളത്. ആ അപേക്ഷയാണ് എനിക്ക് ബൂത്ത് പ്രസിഡന്റുമാരുടെ മുൻപിലുള്ളത്. ആ അപേക്ഷയാണ് എൻ്റെ മണ്ഡലത്തിലെ വാർഡ് പ്രസിഡന്റുമാരുടെ മുന്നിലുള്ളത്. ആ അപേക്ഷയാണ് എനിക്ക് മണ്ഡലം ഭാരവാഹികളുടെയും ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും മുൻപിലുള്ളത്. ആ അപേക്ഷയാണ് ഇവിടുത്തെ ജില്ലാ ഭാരവാഹികളുടെയും കാരണവന്മാരുടെയും മുൻപിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായും എൻ്റെ അപേക്ഷ പരിഗണിച്ച് എനിക്ക് സീറ്റ് നൽകി കോൺഗ്രസ്സിന് ഈ സീറ്റ് നഷ്ടപ്പെടാതെ കോൺഗ്രസ് നേതൃത്വം അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ദില്ലിയിൽ ഒരുപാട് തവണ ഞാൻ പോയിട്ടുണ്ട്. ഈ പ്രശ്നമുണ്ടായതിനു ശേഷം 2 തവണ പോയപ്പോഴും ആ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്താൻ ഞാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ വളരെ സന്തോഷപൂർവ്വമാണ് 2 യാത്രകളും തിരിച്ചു വന്നത്. നിങ്ങൾ എൻ്റെ മുഖം കാണല്ലോ, ഏറ്റവും ചിരിച്ച് സന്തോഷിച്ചാണ് ഞാൻ വന്നത്. കാരണം അവർ നൽകിയ ആത്മവിശ്വാസം, എൻ്റെ നേതാക്കന്മാരിൽ എനിക്ക് വിശ്വാസമുണ്ട്. ബഹുമാനായ ശ്രീ KC വേണുഗോപാൽ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി, വളരെ വാത്സല്യത്തോടുകൂടി എന്നോട് വളരെയധികം സമയം തിരക്കുണ്ടായിട്ട് ഇരുന്ന് സംസാരിക്കുകയും എന്നെ അനുഗ്രഹിച്ചാണ് അദ്ദേഹം അവിടെ നിന്ന് വിട്ടത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നെ സ്നേഹിക്കുകയും എനിക്ക് ആ സീറ്റ് നൽകാൻ വേണ്ടി പരിശ്രമിക്കുകയും വാദിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം മുഴുവൻ സമയം കൂടെ നിന്ന് ആ സീറ്റ് കിട്ടിയാൽ ഞാൻ ജയിക്കുമെന്ന് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ശ്രീ KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫും എൻ്റെ കാര്യങ്ങൾ കേൾക്കുകയും എന്നെ അറിയുകയും ചെയ്യുന്ന ഒരാളാണ്. ആരാണ് തടസ്സമെന്ന് എനിക്കറിയില്ല.